വളരെ വ്യക്തമായി എനിക്ക് പറയാവുന്ന ഒരു കാര്യം, മലയാള സിനിമയിലെ ആദ്യമായി ഒരു സീരിയൽ സിനിമ, CID സീരിയൽ എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാവുന്ന ഒരു സിനിമാ പരമ്പര തുടങ്ങിയത് വേണുവേട്ടനായിരുന്നു, സംവിധായകൻ വേണുവായിരുന്നു എന്നുള്ള സത്യം മറയ്ക്കാവുന്നതല്ല. CID നസീറിൻ്റെ തുടർച്ചയായി അതേ CID തന്നെ കുറ്റാന്വേഷകനായി വരികയും ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു ടാക്സിക്കാർ. വളരെ വലിയ സ്വീകരണമാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ആ ചിത്രത്തിന് ലഭിച്ചത്. അതിലെ ആ ചിത്രം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംഗീത സംവിധായകൻ ആര് വേണം? അതിനു മുമ്പ് അർജുനൻ മാഷ് ചെയ്തു, ബാബുരാജ് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്കൊക്കെ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തിരുന്ന, ഒരുപക്ഷെ തമിഴ്നാട്ടിലെ പല സംഗീത സംവിധായകർക്കും ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്ന ചെറിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, RK ശേഖർ എന്ന് പറയുന്ന, ഇന്നത്തെ നമ്മുടെ പ്രഗത്ഭനായ AR റഹ്മാൻ്റെ അച്ഛൻ എന്ന് പറയുന്ന RK ശേഖർ എന്ന് പറയുന്നൊരു ജീനിയസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളൊക്കെ കണ്ടുകൊണ്ട് വേണുവേട്ടൻ പറഞ്ഞു, ടാക്സിക്കാറിലെ സംഗീതം ശേഖരൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ചെയ്യാം സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ഏറ്റെടുത്ത് അതിമനോഹരമായി അത് ചെയ്തു തന്നു. അതിൽ പാട്ടുകളൊക്കെ ഹിറ്റുമാണ്. നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. നീലനിഷേധിനി ഹിറ്റായതോടുകൂടി മലയാള സിനിമാ രംഗത്ത് സംസാര വിഷയമായ ബ്രഹ്മാനന്ദനെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഒരു പാട്ടാണ് താമരപ്പൂവോ നാണിച്ചു തങ്കവിഗ്രഹം എന്നുള്ള ആ പാട്ട് അതിമനോഹരമായി ബ്രഹ്മാനന്ദം പാടി, ശേഖർ ഭംഗിയായിട്ട് സംഗീതം ചെയ്തു. ആ പാട്ട് ഹിറ്റാവുകയും ചെയ്തു. നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. ഉലകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീയൊരു പൂവായി വിടരൂ, പൂവായി വിടരൂ. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. ഉലകം പൂക്കും പൊയ്ക പറഞ്ഞു, യുവതി നീയൊരു പൂവായി വിടരൂ, പൂവായി വിടരൂ. ടാക്സിക്കാർ എന്ന സിനിമയിലേക്ക് താമരപ്പൂ കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എത്തുന്നതിന് മുമ്പേ മറ്റേതൊരു ഗായകനെ അദ്ദേഹം ട്രൈ ചെയ്തിരുന്നു. അത് ഏത് ഗായകനാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ശേഖർ സാറിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണ് പിന്നെ അച്ഛനിലേക്ക് ഈ പാട്ട് എത്തുന്നത്. എനിക്ക് വളരെ വൈകാരികമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, യുവതി നീ ഒരു പൂവായി വിടരൂ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതിൽ വളരെ വളരെ എന്താ പറയുക, എനിക്ക് എമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയി പോകും. ആ ഒരു പാട്ടിൻ്റെ പ്രത്യേകതയും വരികളും പിന്നെ ആ പാട്ടുകാരൻ്റെ ഒരു ഭാവതലവും കൂടി കൃത്യമായി ഉപയോഗിച്ച ഒരു പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. നദിയുടെ ഹൃദയം ഞാൻ കണ്ടു, നിന്നടയിൽ ഞാനാഗതി കണ്ടു. നദിയുടെ ഹൃദയം ഞാൻ കണ്ടു, നിന്നടയിൽ ഞാനാഗതി കണ്ടു. കാറ്റാം കാമുക കവി പാടി, കാറ്റാം കാമുക കവി പാടി. കരളേ നീയൊരു പുഴയായൊഴുകു, പുഴയായൊഴുകു. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. ഉലകം പൂ